ഇനി പോകേണ്ടത് വിഴിഞ്ഞത്താണ്. കാരണം വിഴിഞ്ഞത്തോട്ട് പോകാതെ ഈ ഒരു ലോകകപ്പ് വിശേഷങ്ങൾ പൂർണ്ണമാകില്ല. അവിടെ നമ്മുടെ സഞ്ജു സാംസന്റെ നാട്ടിൽ നിന്നും ആഷിഖ് റഹ്മാൻ അവിടെ ആളുകളുമായിട്ടൊക്കെ ചേരുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ആവേശം തന്നെയായിരിക്കും അവിടെയുള്ള ആളുകൾക്ക് ഈ ഒരു സമയത്ത്. എന്തായാലും നമുക്ക് ആഷിഖിലേക്ക് തന്നെ പോകാം. ആഷിഖ്, എത്രമാത്രം ആവേശമാണ് ഇപ്പോൾ? ബൗണ്ടറിയൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്, തുടക്കം ഗംഭീരമായിട്ടുണ്ട്. അവിടെയുള്ള ആളുകളുടെയൊക്കെ പ്രതീക്ഷ എന്താണ്? അവരുടെയൊക്കെ അഭിമാനം എത്രമാത്രമാണ്? സ്വാതി, വലിയ പ്രതീക്ഷയാണ് വിഴിഞ്ഞത്തുകാർക്ക്. ഇപ്പോൾ ഓരോ ബൗണ്ടറി അടിക്കുമ്പോഴും വലിയ ആഘോഷത്തോടു കൂടിയാണ് വിഴിഞ്ഞത്തുകാർ സ്വീകരിക്കുന്നത്. അത് അഭിഷേക് ശർമ്മ 4-6 അടിച്ചാലും സഞ്ജു സാംസൺ 6-4 അടിച്ചാലും വലിയ ആവേശത്തോടു കൂടിയാണ് ഈ വിഴിഞ്ഞത്തുകാർ ഇതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ പ്രത്യേകമായി LED സ്ക്രീൻ എല്ലാം തയ്യാറാക്കി ഈ ഫൈനൽ മത്സരം കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു ജനാവലി ഇവിടെ ഒത്തൊരുമിച്ചിട്ടുള്ളത്. ഇവിടെ സഞ്ജു കളിച്ചു വളർന്ന വിഴിഞ്ഞമാണ്. ഇവിടെ വലിയ ആവേശത്തോടു കൂടി എന്തായാലും ഇപ്പോൾ വലിയ രീതിയിൽ ഇപ്പോൾ പടക്കം സെറ്റ് ചെയ്തുകൊണ്ട് വലിയ ആവേശത്തോടു കൂടിയാണ് എന്തായാലും ഈ കളിയെ ഇവർ നോക്കിക്കാണുന്നത്. ഓരോ ബൗണ്ടറി അടിക്കുമ്പോഴും 6 അടിക്കുമ്പോഴും അത് അഭിഷേക് ശർമ്മയാവട്ടെ സഞ്ജു സാംസൺ ആവട്ടെ വലിയ ആവേശത്തോടു കൂടിയാണ് അവർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഓരോ ബോളിലും വലിയ ആവേശം നൽകുന്നു. എന്തായാലും നിരവധി ആളുകൾ സഞ്ജുവിൻ്റെ നാട്ടുകാരാണ്. സഞ്ജു കളിച്ചു വളർന്ന ഈ നാട്ടിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം ഈ ആളുകൾ തത്സമയം കാണുന്നത്. അതിൻ്റെ ആവേശമെല്ലാം ഇവർക്ക് എല്ലാവർക്കുമുണ്ട്. ഇവിടുത്തെ ചെറുപ്പക്കാരുണ്ട്, കുട്ടികളുണ്ട്, പ്രായം ചെന്നവരുണ്ട്. ഇങ്ങനെ വിവിധ തലമുറയിൽപ്പെട്ട ആളുകളെല്ലാം സഞ്ജു 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 എന്ന ഒറ്റ ഫീലിംഗിൻ്റെ പുറത്താണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. എന്താണ് ഇന്നത്തെ പ്രതീക്ഷ? സഞ്ജുവിനല്ല, ഇന്ത്യ കപ്പടിക്കും. കപ്പ് നോക്കിയാൽ ഈ വർഷം സെഞ്ചുറി അടിക്കോ? സെഞ്ചുറി 100 സെഞ്ചുറി അടിക്കും സഞ്ജു. നമ്മളെ ഊര് ചേട്ടൻ ഊര് സെഞ്ചുറി അടിച്ചിരിക്കും സഞ്ജു. ബാക്കി പറയൂ. അടിക്കും, ഉറപ്പായിട്ട് അടിക്കും. വിഴിഞ്ഞത്തിലെ മോനായോണ്ട് അടിച്ചിരിക്കും. വിഴിഞ്ഞത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി അടിക്കും. അഭിഷേക് ശർമ്മ ഇന്ന് അടിച്ചു വിളിച്ചു. അഭിഷേക് ശർമ്മ അടിക്കും. അവന്റെ കൂടെ എന്തിനാ അഭിഷേക് ശർമ്മ കളിക്കും. കളിക്കും. സഞ്ജു എന്നാണ് പേര്. സ്വാതി, ഇങ്ങനെയാണ് വലിയ ആവേശം. ഈ ഒരു ഗ്രൗണ്ട് തന്നെ ഇത് വിഴിഞ്ഞം പോർട്ടിനോട് ചേർന്ന സ്ഥലമാണ്. ഇവിടെ സഞ്ജു കളിച്ചു വളർന്ന ഗ്രൗണ്ടെല്ലാം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ വലിയ വലിയ സ്ക്രീനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് എന്തായാലും ഇവിടെ ആളുകളെല്ലാം തയ്യാറായി നിൽക്കുന്നത്. വലിയ ആവേശത്തോട് പ്രത്യേകിച്ച് സഞ്ജു കളിച്ചു വളർന്ന ഒരു മണ്ണിൽ നിന്ന് അവർ സഞ്ജുവിൻ്റെ കളി കാണുന്നു. അതും ലോകകപ്പ് പോലുള്ള T20 ലോകകപ്പ് പോലുള്ള വലിയൊരു ഫൈനൽ വേദിയിൽ നിന്ന് സഞ്ജു കളിക്കുമ്പോഴാണ് ആളുകൾ കാണുന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ട്. സഞ്ജുവിൻ്റെ വളർച്ചയെല്ലാം അവർ കൺമുമ്പിൽ കണ്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും വലിയ അഭിമാനമുണ്ട്. ഇപ്പോൾ ഇന്ത്യ 51 റൺസ് 4 ഓവറിൽ പിന്നിട്ട് കഴിഞ്ഞു. ഇത് വലിയ ആവേശം തന്നെ നൽകുന്നത്. പ്രത്യേകിച്ച് സഞ്ജുവിൻ്റെ ഓരോ ബൗണ്ടറിക്കുമാണ് ഇവിടെ കൈയടി എന്നുള്ളതാണ്. അത്രയ്ക്കധികം വലിയ ആവേശം എന്തായാലും വിഴിഞ്ഞത്തുകാർക്കും ഇവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ കളി എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വലിയ ആവേശം തന്നെ ഇവിടെ നിന്നിരുന്നു. ഇപ്പോൾ നിരവധി ആളുകൾ എന്തുണ്ട് സഞ്ജുവിൻ്റെ കളി കണ്ടപ്പോൾ എന്ത് തോന്നി? കളി സൂപ്പറായിട്ട് പോണ്, നല്ല ചൊടിയോടെ പോണ്. നമ്മളിന്ന് കപ്പടിക്കും, ഇന്ത്യ ഇന്ന് കപ്പടിക്കോ. സാധാരണ ആരെങ്കിലും ഒരു അഭിഷേക് ശർമ്മ ഔട്ടായി പോകാറുണ്ട്. ഇന്ന് അഭിഷേക് ശർമ്മയും ഫോമായി, സഞ്ജു ഫോമായി. രണ്ടുപേരും ഫോമിൽ നിന്ന് ഒരുമിച്ച് അടിക്കും കപ്പ്. എന്ത് തോന്നുന്നു? കളി എങ്ങനെയുണ്ട്? കളി സൂപ്പർ തന്നെ. ഇന്ത്യ കപ്പടിക്കും, അത്രേ ഉള്ളൂ. സഞ്ജു എന്തടിക്കും? സഞ്ജു സെഞ്ചുറി അടിക്കും, 100-ൽ കൂടുതൽ മാർക്ക് പോയിന്റ് അടിക്കും. ഓക്കെ സ്വാതി, എന്തായാലും വലിയ ആവേശത്തോടു കൂടിയാണ് വിഴിഞ്ഞത്തുകാർ ഈ മത്സരത്തെ വലുവെക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഓരോ ബൗണ്ടറിക്കും എല്ലാം കൈയടിച്ചുകൊണ്ട് വലിയ ആവേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവർ സ്വീകരിക്കുന്നത്. ആഷിക, എന്തായാലും അവിടെയുള്ള ആളുകളുടെ ആവേശം നമുക്ക് എന്തായാലും അതുപോലെ അത് ചോരാതെ പ്രേക്ഷകരിലേക്ക് ഈ ഒരു സമയത്ത് എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അവിടെയുള്ള ആളുകൾ എത്രമാത്രം ആവേശത്തിലാണെന്ന് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇന്ന് ഇന്ത്യ ജയിച്ചു കഴിഞ്ഞാൽ അത് അവിടെയുള്ള ആളുകൾക്ക് ഒന്നും ഇന്ന് ആഘോഷരാവായിരിക്കും, ഉത്സവ രാത്രിയായിരിക്കും എന്നുള്ള കാര്യം പറയേണ്ടതുമില്ല. എന്തായാലും നല്ല ഫോമിൽ തന്നെയാണ് സഞ്ജു സാംസൺ ആണെങ്കിലും അഭിഷേക് ആണെങ്കിലും ഈ ഒരു സമയത്ത് മികച്ച ഒരു സ്കോർ പടുത്തുയർത്താനും സാധിച്ചിട്ടുണ്ട്. ആദ്യം ടോസ് നഷ്ടമായിരുന്നു ഇന്ത്യക്ക്. അപ്പോൾ ഇന്ത്യക്ക് ബൗളിംഗ് ആണ് നൽകിയത്. ആ സമയത്ത് വലിയ നിരാശയൊക്കെ ഉണ്ടായി കാണുമായിരിക്കും. പക്ഷേ ഇന്ത്യയുടെ ബാറ്റിംഗ് നിലയെ നമുക്ക് എല്ലാവർക്കും വലിയ വിശ്വാസമാണ്. വലിയ കൂറ്റൻ സ്കോർ പടുത്തുയർത്തും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രതീക്ഷയൊക്കെ ആളുകൾക്ക് എങ്ങനെയാണ്? നമുക്ക് കൂടുതൽ ആളുകളോട് ചോദിക്കാം. അവരെല്ലാവരും ലോകകപ്പ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അതിൻ്റെ ഇടയിൽ പോകുന്നത് അവർക്ക് ചെറിയൊരു അലോസരവും ശല്യമൊക്കെ ആണെങ്കിൽ പോലും അവിടെയുള്ള ആളുകളുടെയൊക്കെ ആവേശം നമുക്ക് അറിയണമല്ലോ. കൂടുതൽ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിയിട്ട് അവരുടെയൊക്കെ ആ ഒരു ആവേശം, പ്രതീക്ഷ എത്രമാത്രമാണെന്ന് ചോദിക്കാം. ആഷിഖ്.
സ്വാതി, തീർച്ചയായും ഇന്നത്തെ മത്സരത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഈ മത്സരം കണ്ടാലറിയാം, ഇന്ത്യയെ തളയ്ക്കാൻ പ്രത്യേക പദ്ധതിയായിട്ടാണ് ന്യൂസിലാൻഡ് ഇറങ്ങിയിട്ടുള്ളത്. 4 ബോളർമാർ ആദ്യം 4 ഓവർ ചെയ്തപ്പോൾ 4 വ്യത്യസ്തമായ ബോളർമാരാണ് പന്ത് ചെയ്തത്. അങ്ങനെ ഇന്ത്യ കുരുക്കാൻ പലവിധ തന്ത്രങ്ങളിലൂടെ ആളുകൾ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് പോകാം. ഇവിടെ ലോർഡ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ കീഴിലാണ് ഈ ഒരു മത്സരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ചേട്ടാ, ഇപ്പം സഞ്ജുവിൻ്റെ ഒരു പ്രത്യേക നാടാണ്. അപ്പോൾ സഞ്ജുവിൻ്റെ കളി എങ്ങനെ തോന്നുന്നു? അല്ല, സഞ്ജു എന്തായാലും നന്നായിട്ട് കളിക്കും. ആ പ്രതീക്ഷയിലാണ്. എൻ്റെ വീട് ഇവിടെ അടുത്തല്ല, 5 കിലോമീറ്റർ ദൂരെയാണ്. ഇത്രയും വലിയ സ്ക്രീനിൽ കളി കാണാൻ വേണ്ടിയാണ് വന്നത്. സഞ്ജുവിൻ്റെ കളി മാത്രമേ പ്രതീക്ഷ ഉള്ളൂ, അതിനു വേണ്ടി തന്നെയാണ് വന്നത്. നമ്മൾ തുടക്കത്തിൽ സഞ്ജുവിന് കുറച്ച് നിരാശകൾ ഉണ്ടായിരുന്നു, അപ്പോൾ അത് മറികടന്ന് പ്രധാനപ്പെട്ട ഒരു താരമായി മാറി. അപ്പോൾ എങ്ങനെ തോന്നുന്നു? അല്ല, അത് പിന്നെ കളിയല്ലേ, കളിയാകുമ്പോഴേ അങ്ങനെ കുറച്ചൊക്കെ ഒരു ഇത് വരുമല്ലോ, ഡിലേ വരും. ഇപ്പോൾ എന്തായാലും സഞ്ജു നല്ല ഫോമിലാണ്. ഇപ്പോഴത്തെ കളി കണ്ടിട്ട് എന്തായാലും നല്ല പോയിന്റ്, നല്ല റൺ എടുക്കും. ഇന്ത്യ ജയിക്കും. നമ്മൾ കളിയൊക്കെ സഞ്ജുവിനൊക്കെ കാണാറുണ്ടോ? കളി കാണാറുണ്ടോ? ഉണ്ട്. എങ്ങനെ സഞ്ജുവിന്റെ കളിയൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടമായിരുന്നോ? അടിക്കുന്ന ഫൗള് വരാതെ ഇപ്പൊ 53 ആയി. അപ്പൊ സഞ്ജു ജയിക്കും. നമ്മളെ ഇന്ത്യക്കാണ് ജയിക്കും. കപ്പടിക്കും. ഉറപ്പായിട്ടും. നമ്മള് എങ്ങനെയുണ്ട് ക്രിക്കറ്റ് കളിയൊക്കെ കാണാറുണ്ടോ? അങ്ങനെ കാണാറില്ല. ഇന്ന് സഞ്ജുവിന്റെ ഇത് കാണാനായിട്ടാണ് ഇവിടെ വന്നത്. കപ്പടിക്കും. നമ്മളൊരു നാട്ടുകാർ വലിയൊരു വേദിയിലെത്തി ഒരുപാട് റണ്ണൊക്കെ സ്കോർ ചെയ്യാണ്. ഇപ്പൊ എന്ത് തോന്നുന്നു വിഴിഞ്ഞത്തേറെ? തോന്നുന്നില്ല, ഇന്ത്യക്ക് കപ്പടിക്കും. എന്തായാലും കൂടുതൽ ആളുകൾ ഇവിടെ ചേരുന്നുണ്ട്. നിങ്ങൾക്ക് സഞ്ജു നൽകിയ ജേഴ്സിയാണത്. അപ്പോൾ എന്ത് തോന്നുന്നു? സഞ്ജു ഇപ്പോൾ വിശ്വവേദിയിൽ ഫൈനലിലാണ് മത്സരിക്കുന്നത്. ഒരു വിഴിഞ്ഞത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എന്ത് തോന്നുന്നു? അഭിമാനം തോന്നുന്നുണ്ട്. എന്തായാലും സഞ്ജുവിന് സപ്പോർട്ടായി ഇപ്പം ഇന്ന് അഭിഷേക് ശർമ്മ ഉണ്ട്. അതുകൊണ്ട് എന്തായാലും സഞ്ജു സിമ്പിളായിട്ട് കളിച്ചാൽ മാത്രം മതി. അഭിഷേക് ശർമ്മ നോക്കിയോളും. ബാക്കി സഞ്ജു എന്താ വെച്ചാലും 50 മേളിൽ അടിച്ചിരിക്കാം. സാധാരണ ആരെങ്കിലും ഒരാൾ ഔട്ടായി പോകാറുണ്ട്, പക്ഷെ ഇന്ന് രണ്ടുപേരും ഫോമിലാണ്. എൻ്റെ ഒരു ഫോമിലെന്നാൽ പോലും അഭിഷേക് എപ്പോൾ പോയാലും സഞ്ജു ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നത് നല്ല ഉറപ്പുണ്ട്. സഞ്ജു എന്തായാലും ഇന്ന് സെഞ്ചുറിക്കുള്ള കൺഫേം സംഭവമാണ്. ഇന്ന് ഇന്ത്യ ജയിച്ചിരിക്കും. ഉറപ്പാണ്. എന്ത് തോന്നുന്നു? എന്താ കളി ഇന്ത്യക്ക് 3ാമത്തെ കപ്പ് കിട്ടുമെന്ന് ഉറപ്പാണ്. പിന്നെ സഞ്ജു മിസ്സായ സെഞ്ചുറി പൂർത്തിയാക്കട്ടെ. ന്യൂസിലാൻഡിനോട് വേൾഡ് കപ്പിൽ 3 കളി ഇന്ത്യ തോൽക്കാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചരിത്രം കൂടി ഇന്ത്യക്ക് ഉണ്ട്. അഹമ്മദാബാദിൽ നമ്മൾ ലോകകപ്പ് തോറ്റിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചടിയാവുമോ? ഒരിക്കലും തിരിച്ചടിയാവില്ല. ഇപ്പോൾ കളി കാണുന്നില്ല, നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ എന്ത് വന്നിരുന്നാലും 200 മുകളിൽ പോകും. ഉറപ്പായി ഇന്ത്യ ജയിക്കും. ഷുവറാണ്. ഇന്ത്യ ബുംറ അടക്കം ബോളർമാർ അത് ചേസ് ചെയ്ത് പിടിക്കും, ഡിഫെൻഡ് ചെയ്ത് പിടിക്കും. 100% ഉറപ്പാണ്. ഞങ്ങൾ 100% കോൺഫിഡൻസിലാണ്. എന്നാലും കുറെ ചെറുപ്പക്കാർ ഇവിടെ ചേരുന്നുണ്ട്. എന്ത് തോന്നുന്നു? കളി കണ്ടിട്ടെന്ന് തോന്നുന്നു? എങ്ങനെയുണ്ട്? വെടിക്കെട്ട് ജയിക്കുമെന്ന് തോന്നുന്നു, കാരണം തോന്നുന്നില്ല. എങ്ങനെയുണ്ട്? രണ്ടുപേരും അടിപൊളികൾ. ഒരുപാട് വൈഡ് പോണ്, ജയിക്കുമായിരിക്കും, അറിഞ്ഞൂടാ. എന്തായാലും കൂടുതൽ ആളുകൾ ഇവിടേക്കുണ്ട്. എന്ത് തോന്നുന്നു ചേട്ടാ? വിഴിഞ്ഞത്തുകാരനാണ് ഇപ്പം ലോകത്തിന് നെറുകയിൽ എത്തിയിരിക്കുന്നു, മികച്ച പ്രകടനം നടത്തിയിരിക്കുന്നു. എൻ്റെ അഭിപ്രായം ഞങ്ങളുടെ സഹോദരൻ സ്വാതി, സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് കേൾക്കാൻ പോലും കഴിയില്ല. അങ്ങനെ അത്രയ്ക്കധികം വലിയ ആവേശമാണ്. ഓരോ 4-നും 6-നും ആളുകൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ കൈയടിച്ച് ആഘോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്ത് തോന്നുന്നു? സഞ്ജുവിന്റെ പ്രകടനം എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷ ഒത്ത രീതിക്കാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പോക്കാണെങ്കിൽ സെഞ്ചുറി അടിച്ചിരിക്കും. ഉറപ്പാണ്. കഴിഞ്ഞ 2 കളി നമുക്ക് സെഞ്ചുറി ജസ്റ്റ് മിസ്സായി. പോയി. അത് കുഴപ്പമില്ല, അത് ഇത് കവർ ചെയ്യും. എത്ര റൺസ് പ്രതീക്ഷിക്കുന്നുണ്ട്? ഇന്ത്യക്കാണോ? ഇന്ത്യ 250 അടിക്കും. പക്ഷേ നമുക്ക് ചേസ് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ന്യൂസിലാൻഡ് വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തുന്ന ആളുകളാണ്. എന്തായാലും എത്തൂല അവര്. നമ്മുടെ 250 നമ്മൾ ജയിക്കാനുള്ള റണ്ണ് കിട്ടും. എന്തായാലും കൂടുതൽ ആളുകൾ ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇന്നത്തെ മത്സരം നോക്കുമ്പോൾ? എങ്ങനെ തോന്നുന്നു സഞ്ജുവിന്റെ ബാറ്റിംഗ്? സഞ്ജു നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇനിയും നന്നായിട്ട് കളിക്കട്ടെ. എന്തായാലും ഒരു 60-70 റൺ അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സഞ്ജു. 70-80 എടുത്തു. പക്ഷേ സെഞ്ചുറി വേണ്ട ഈ മത്സരത്തിൽ. സെഞ്ചുറി അല്ലല്ലോ പ്രധാനം, നമുക്ക് ടീമിന്റെ വിജയമല്ലേ പ്രധാനം. അതാണ് നമുക്ക് വേണ്ടത്. സഞ്ജുവിന്റെ മെന്റാലിറ്റി അങ്ങനെ തന്നെയാണ്. ജയിക്കണം, അത്രേ ഉള്ളൂ നമുക്ക്. നമ്മൾ സഞ്ജു സെഞ്ചുറി അടിച്ചില്ലെങ്കിൽ ഇന്ത്യ ജയിക്കണം, അതാണ് നമ്മുടെ ആവശ്യം. എന്ത് തോന്നുന്നു ബ്രോ ഇന്ന് കളി? തീർച്ചയായും നല്ലൊരു കളിയാണ്. സ്റ്റാർട്ടിങ് നല്ലൊരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. നല്ല കളിയാണ്. സാധാരണഗതിയിൽ തുടക്കത്തിൽ വിക്കറ്റ് നഷ്ടമായി ഇന്ത്യ പിന്നോക്കം പോകാറുണ്ട്. ഇപ്രാവശ്യം അതില്ല, നോക്കി കളിക്കുന്നുണ്ട് എല്ലാവരും ഫൈനലായതുകൊണ്ട്. തീർച്ചയായും അതിനല്ലേ സഞ്ജുവിനെ നമ്മൾ ഇറക്കിയിരിക്കുന്നത്. പുള്ളിക്കാരൻ കളിച്ച നേരത്തെ രണ്ട് കളിയെ നല്ലൊരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് പുള്ളിക്കാരൻ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് തന്നെ വീണ്ടും അങ്ങനെ നല്ലൊരു 200-250 റൺ സ്കോറിൽ പോട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കുറെ ആളുകൾ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് കളി കാണുമ്പോൾ? എങ്ങനെയുണ്ട് തോന്നുന്നു കളി? എങ്ങനെയുണ്ട് വിലയിരുത്തുമ്പോൾ? നമുക്ക് രോമാഞ്ചം കൊള്ളയാണ് കളി കാണുമ്പോഴത്തേക്ക്. അഭിഷേക് ശർമ്മയുടെയും സഞ്ജു സാംസന്റെയും കളി കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര രോമാഞ്ചം കൊള്ളാണ്. രണ്ടുപേരും ഒരു 10-12 ഓവർ നിൽക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.
സ്വാതി എന്തായാലും ഇവിടെ ഇനി ആളുകൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെ പടക്കം പിടിച്ച് വലിയ ആഘോഷത്തിലാണ്. അപ്പം സാർ ഒന്നുകൂടെ വരുമോ? എങ്ങനെയുണ്ട് മത്സരം പുരോഗമിക്കുമ്പോൾ? രണ്ട് ആളുകളും തകർത്തിട്ട് കളിക്കുകയാണ്. ക്രിക്കറ്റിനെ കുറിച്ച് പറയുന്നതിന് കുഴപ്പമുണ്ടോ? ക്രിക്കറ്റ് നമ്മുടെ ഒരു ദേശീയ വികാരമല്ലേ? എങ്ങനെ സഞ്ജുവിൻ്റെ കളി എങ്ങനെയുണ്ട്? സഞ്ജു നല്ല കളിയല്ലേ, മൂന്നാമത്തെ കളിയാണ് ഇന്ന് കളിക്കുന്നത്. ഇപ്പം 30 റണ്ണെടുത്ത് രണ്ടുപേരും മികച്ച രണ്ടാമതല്ലേ ഇന്ത്യ 50 അടിക്കുന്നത് ഓപ്പണിംഗ് പാർട്ണർഷിപ്പ്. നല്ല കളിയാണ് ഇന്ന്, നല്ല ടോട്ടൽ വരും. ഓക്കെ, എന്തായാലും അങ്ങനെ വലിയ സ്കോറിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ കളി കാണാൻ ഇവരെല്ലാവരും ലോർഡ്സ് സ്പോർട്സ് ക്ലബിൻ്റെ ആളുകളാണ്. ഇവരാണ് ഇത്തരത്തിൽ ഈ സൗകര്യം എല്ലാം ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇന്ന് സെഞ്ചുറീൻ്റെ അപ്പുറത്തേക്ക് ഇന്ത്യയുടെ കിരീടം നേടും എന്നുള്ളതാണ് പ്രധാനം. ഇന്ത്യ ഇന്ന് കിരീടം നേടും. സഞ്ജു 50യുടെ മേലിൽ പോകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ ഇത്രയും ക്രൗഡ് ഉണ്ടായിട്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥന മൊത്തം സഞ്ജു സെഞ്ചുറി അടിക്കുന്ന ആഗ്രഹം. എന്തായാലും 50യുടെ മേലിൽ പോകും. സഞ്ജു ഇന്ന് ഇന്ത്യക്ക് വേണ്ടി കപ്പ് നേടിക്കൊടുക്കും. നമ്മളിപ്പോൾ സ്കോർ ബോർഡ് നോക്കുമ്പോൾ കാണാൻ പറ്റും സഞ്ജു അഭിഷേക് നല്ല അതിമനോഹരമായ കളിയാണ് കളിച്ചത്. നോക്കിയാൽ ഇപ്പം തന്നെ ഒരു വെടിക്കെട്ട് 4. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടുപേർക്കും ഒരു 50 എന്തായാലും ഈ ഒരു സ്ട്രാറ്റജി വെച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഓക്കെ, നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ രണ്ടുപേരും സെഞ്ചുറി അടിക്കുക. ഓക്കെ, അഭിഷേക് ഇപ്പം നമ്മുടെ പുത്രന്റെ കൂടെ ഇപ്പൊ കട്ടയിൽ നിപ്പുണ്ട്. ബാക്കി ഇനിയുള്ള എല്ലാം അവർ രണ്ടുപേരുടെ കയ്യിൽ. ഓക്കെ, ഇവിടെ പടക്കം പൊട്ടുന്നുണ്ടല്ലോ, അത് മാത്രം നോക്കുക. എന്തിന് തിരിച്ചടിച്ചു ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. ഇപ്രാവശ്യം നമുക്ക് ഇവരുടെ ബാറ്റ്സ്മാനെ ഒതുക്കാനുള്ള കഴിവ് നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിനുണ്ട്, ബോളേഴ്സിനുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷ ചെയ്യാം കളി വിജയിക്കും. പിച്ചാണ്, ബാറ്റിംഗ് പിച്ചാണ്, അവരെ അടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കൺട്രോൾ ചെയ്യും നമ്മുടെ ബോളർമാർ. സ്വാതി, ഇതാണ് ആളുകൾ കൃത്യമായി കളിയെ അടക്കം വിശകലനം ചെയ്തുകൊണ്ടാണ് എന്തായാലും നിൽക്കുന്നത്. പ്രത്യേകിച്ച് 200 മുകളിൽ ഒരു സ്കോർ ഇന്ത്യ നേടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ സ്കോർ നമുക്കറിയാം 70-നും അടുത്ത് പിന്നിട്ടു. അതിൽ അഭിഷേക് ശർമ്മയും സഞ്ജും ഒരുപോലെ നല്ല റൺസ് സ്കോർ ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ കഴിഞ്ഞ കളിയിൽ ഈ അഭിഷേക് ശർമ്മ പെട്ടെന്ന് പുറത്താവുന്ന ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ഇന്ന് അഭിഷേക് ശർമ്മയും സഞ്ജുവും ഫോമിലാണ്. അത് വലിയ ആഘോഷമാണ് എന്തായാലും വിഴിഞ്ഞത്തുകാർക്കടക്കം കൊണ്ടുവന്നിട്ടുള്ളത്. വലിയ ആവേശത്തോടു കൂടി അവർ മത്സരത്തെ സ്വീകരിക്കുന്നു. ഓരോ ബൗണ്ടറിക്കും 6-റിനും ഇവൻ നല്ലൊരു സിംഗിൾ എടുത്താൽ പോലും ആളുകൾ കഴിഞ്ഞെടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്തരത്തിലാണ് വലിയ ആവശ്യം തന്നെ എന്തായാലും ഈ വിഴിഞ്ഞത്തുണ്ടെന്ന് പറയേണ്ട ഒരു മത്സരം അവസാനിക്കുന്നത് വരെ ഈ ഒരു ആവശ്യം തുടരുകയും ചെയ്യും. സ്വാതി, ആഷിഖ്, എന്തായാലും നെഞ്ചെടുപ്പ് കൂട്ടുന്ന തരത്തിലുള്ള മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 5.2 ഓവർ പിന്നിടുമ്പോൾ ഇപ്പോൾ ഏകദേശം 90-നോടടുത്ത് സ്കോർ ബോർഡിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. 6-ഉം 6-4-ഉമാണ് ഏകദേശം അടിച്ചിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് ഈ ഒരു സമയത്ത്. അത്തരം കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. എന്തായാലും കൂറ്റൻ സ്കോറിലേക്ക് തന്നെ ഇന്ത്യ എത്തുന്നു. ഇന്ത്യ പടുത്തുയർത്തുന്നു. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമാണ് ക്രീസിലുള്ളത്. ഇരുവരും ചേർന്ന് മികച്ച ഒരു പാർട്ട്ണർഷിപ്പിലൂടെ നല്ല ഒരു സ്കോറിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. മത്സരം അതിൻ്റെ അത്യന്തം ആവേശകരമായ നിമിഷത്തിലൂടെ തന്നെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ ലോകകപ്പ് വിശേഷങ്ങളിലേക്ക്, അത് കുറച്ചും കൂടി മത്സരം കടക്കുമ്പോൾ അതിലേക്ക് എത്താം. നമുക്ക് നേരത്തെ